താരേ റാരേ. ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റ് ഓണ്ടർ മീഡിയ. ഇവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് ഇതയം മുരളി. പടത്തിൽ അഭിനയം ചെയ്യുന്നത് അഥർവ, പ്രീതി മുകുന്ദൻ, കയാദ് ലോഹർ, ഫഹദ് ഫാസിൽ, രജുമിത ഗാന്ധി, തമന്നസ്, ഹാരിക, പിന്നെ അഞ്ജു കുര്യൻ, മാളവിക മോഹനൻ, ആടുകളം നരൻ, നടരാജൻ സുബ്രഹ്മണ്യം, സുധാകർ, യക്ഷൻ, വിജയ്, രംകി എന്നിവരൊക്കെയാണ്. പടം ഡയറക്റ്റ് ആകാശ് ഭാസ്കരനാണ്. മീൻസ് ഇങ്ങേരെ തന്നെയാണ് സിനിമ പ്രൊഡ്യൂസിങ്. ഇങ്ങേരുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ മൂവിയാണിത്. പിന്നെ ഇങ്ങേര് പരാശക്തി എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനത്തെയാണ്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് തമന്നസാണ്. സിനിമാറ്റോഗ്രഫി ബൈ മനോജ് പരമഹംസ, മീൻസ് ലിയോ ഗുണ്ടൂർക്കാരൻ. പിന്നെ ഒരുപാട് നാളുമായിട്ട് പട്ടികൾ കിടക്കുന്ന ചിത്രത്തിൻ്റെയൊക്കെ സിനിമാറ്റോഗ്രാഫർ ഇദ്ദേഹമാണ്. പിന്നെ ഒരു ദുരന്ത പടമുണ്ട് നമ്മുടെ മംഗല്യാണ്ട് ഹരിഹര വിലമിൻ്റെ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെയും സിനിമാറ്റോഗ്രാഫർ ഇദ്ദേഹമാണ്. പിന്നെ CH സായി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്, ആരാന്ന് പറഞ്ഞോളൂ. മ്യൂസിക് ടൈം തന്നെയാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നു, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ പല്ലവി സിംഗ്. ഇത്രയാണ് പടത്തെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ. പടം എങ്ങനെ ചോദിച്ചാൽ ഫയറിങ് മോനെ പൊളിപ്പടം, മസ്റ്റ് വാച്ച് മൂവി ഫോർ ഓൾ ഏജസ്. പിന്നെ ഒരു കാര്യം കാണിച്ചാൽ കൈപുള്ളിയതാണ്. പുള്ളിയിട്ട് 32. ഇതിലോട്ട് ഇനി ഹൈലി പോസിറ്റീവ്സിലോട്ട് എടുക്കാം. ആൻഡ് നോൺ നെഗറ്റീവ്സ് ഇൻ ദിസ് മൂവി ഫോർ മീ. ഫസ്റ്റ് ഹൈലി പോസിറ്റീവ്സ് പറയാം. ഹൈലി പോസിറ്റീവ്സ് വൈസ് നോക്കുകയാണെങ്കിൽ അഥർവയുടെ പെർഫോമൻസ്, അഥർവയുടെ അതിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ പ്രീതി മുകുന്ദൻ ഡബിൾ ട്വിൻ സിസ്റ്റേഴ്സായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നായിക പിന്നെ അറിയായിട്ടുള്ള ടൈപ്പായിട്ടുള്ള ഒരു പ്രീതി മുകുന്ദനുണ്ട്. രണ്ട് മീൻസ് ആറോട് അവർ മര്യാദ ചെയ്തിട്ടുണ്ട്. അതിൽ സൂപ്പർ. തമന്നസ് അവിടുത്തെ ജാൻഡ്രാമൻ ആണെന്ന് തോന്നുന്നുണ്ട്, പൊളിച്ചിട്ടുണ്ടെങ്കിൽ. ആദ്യത്തെ എൻ്റെ സംശയമാണെങ്കിൽ അങ്ങനെ ആദ്യമായിട്ട് അഭിനയിക്കുന്നു തോന്നുന്നു, എന്തായാലും പൊളിച്ചിട്ടുണ്ട്. ന്യായിക ചില റീൽസിൽ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളു, ആദ്യമായിട്ടാണ് അവരുടെ ഒരു പടം കാണുന്നത്. ഉണ്ട് ബട്ട് അവർ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. രക്ഷയും പൊളിച്ചിട്ടുണ്ട്. ഒരുപാട് നാളെ വേട്ടതിന് ശേഷം എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കണമെന്ന് തോന്നുന്നു, എനിക്ക് ഞാൻ മറന്നു വിട്ട. എന്തായാലും അങ്ങേരും പൊളിച്ചിട്ടുണ്ട്. പിന്നെ സുധാകരൻ്റെ കോമഡീസൊക്കെ തരുന്നതായിരുന്നു. പറയാൻ മറന്നുമായിട്ട് കാര്യം. പിന്നെ രംകി ഉണ്ട് കേട്ടോ പടത്തിൽ, പറയാൻ മറന്നുമായിട്ട്. ഒരാളത് നമ്മുടെ ലക്കി ഭാസ്കറിൽ മറ്റേ ദുൽഖറിനെ മറ്റേ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കും ഒരാൾ. അങ്ങനെ ആയിരിക്കും മറ്റേ ദുൽഖറിൻ്റെ ജീവിതം മാറ്റി മറിക്കണമില്ല, മറിപ്പിക്കണമില്ല. പിന്നെ മറ്റേ കസ്റ്റഡിയിൽ ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ട്. അതിലെ സിനിമ കാണാത്തവരാണെങ്കിൽ കണ്ടു വെക്കാം. രണ്ട് ഫിലിം തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുകയായിരിക്കും. പക്ഷെ ഓൾറെഡി കണ്ട തരും ഒരു നായാട്ടൊക്കെ മതി ടൈപ്പ് ഷോളം.
അല്ല, അങ്ങേര് അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. കാതലിൻ്റെ ഫാദറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു. ഒന്നോ രണ്ടോ കുറച്ചേ ഉള്ളൂ, എന്നാലും പൊളിച്ചിട്ടുണ്ട്. പിന്നെ നട്ടരാജ സുബ്രഹ്മണ്യം സൂപ്പർ ബേർഡ് എന്ന ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തമിഴിൻ്റെ മ്യൂസിക് ആൻഡ് BGM സൂപ്പർ. പിന്നെ സിനിമാറ്റോഗ്രാഫി നൈസ് ചെയ്തിരുന്നു. മനോജ് പരമഹംസൻ CSI ഓസം ആൻഡ് ഹാറ്റ്സ് ഓഫ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ആരെന്ന് പറഞ്ഞിട്ട് അയാൾക്കൊരു ഹാറ്റ്സ് ഓഫ്, പൊളിച്ചിട്ട് അടിക്കിയിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഇങ്ങനെ കാണിച്ചത് ഫയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കാൻ കാരണം ഇവിടെ കൈ വേദനയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കാണിക്കാത്തതാണ്, ബട്ട് കൈക്ക് വേദന എടുത്തപ്പോൾ ഒന്നും കൂടി അത്രയേ ഉള്ളൂ. കളിയാക്കിയതാണ് ശരിക്കും. പിന്നെ ഇതിലൊരു പിന്നെ റെഫറൻസസ് ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് അച്ഛൻ്റെ പേര് മുരളി എന്നാണ്. ഒരു തമിഴ് ആക്ടറായിരുന്നു. 2010 മരിച്ചു പോയ അദ്ദേഹത്തിൻ്റെ ഒരു അങ്ങേരുടെ ഒരു പടം ഞാൻ കണ്ടിട്ടുള്ളൂ, അത് ഹൃദയം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു റെഫറൻസ് സിനിമയിലുണ്ട്. പിന്നെ ആവേശത്തെ മറ്റേ ഇലുമിനാറ്റി പാട്ട് റെഫറൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് റെഫറൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ ഏതൊക്കെ ഉള്ളതെന്ന് ഞാൻ കറക്റ്റായിട്ട് മറന്നുപോയി. കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ എന്തോ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, അയ്യോ ഓർമ്മ ഉണ്ടായിരുന്നു, സാധനം ഉണ്ടായിരുന്നു, ഞാൻ മറന്നു എടുത്ത സർവീസ്. എൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. എന്തായാലും പിന്നെ ബാക്കിയുള്ള എല്ലാം പോസിറ്റീവ്സാണ്. എന്തായാലും ഞാൻ പോവുകയാണ്. ഞാൻ ബീവറിലോട്ട് പോയിട്ടാണ് കണ്ടത് 7:15 തൃശ്ശൂർക്ക്. നല്ല ഉറക്കം വരുന്നുണ്ട്. എന്തായാലും ഉറങ്ങുന്നതിന് മുമ്പ് കൊറിയൻ രാജ്യൻ്റെ ടീസറിന് കണ്ടിട്ട് ഞാൻ ഉറങ്ങും. എന്തായാലും ഞാൻ ടീസർ റിയാക്ഷൻ ഞാൻ റെഡിയൊന്നുമല്ല, വേറെ കാര്യം. ഞാൻ ആ സിനിമയുടെ ട്രെയിലർ ഇറങ്ങുമ്പോൾ റിയാക്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കാനാണ്. August 7 ഞാനെന്നാണ് കേട്ടത്. റിവ്യൂസ് നിർലപ്പൊക്കെ ഗാന്ധിയാണ് ഡയറക്റ്റിങ്. എൻ്റെ അരുന്ധതി നായരുടെ സിനിമയാണ്. ഇതുപോലെയാണ് അനൗൺസ്മെൻറ്റ് ടീസർ കണ്ടപ്പോൾ കണ്ട് മനസ്സിലായതാണ് അത് വേറെ കാര്യം. എന്തായാലും ഞാൻ പോവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനുകൾ നമ്മൾ സഹായിക്കുക. ടാറ്റ ബൈ ബൈ, ഓൾ ഹെൽത്ത് വേൾഡ്.